JP. എന്തിരിപ്പാ സാറേ ഇത്? ആരെ തോൽപ്പിക്കാനാ? താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നല്ല ചോദ്യം. ആളെ കാണാണ്ടായാ പിന്നെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സാറിനെ കാണാൻ രേഖക്കുഞ്ഞോടെ വിഷമിച്ചിരിക്കുക. പപ്പന് ഒന്നേ പറയാനുള്ളൂ, അവനവന്റെ കുഴി അവനവൻ തന്നെ തോണ്ടരുത്. കാര്യം മുറച്ചെറുക്കനായിരിക്കാം, ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരിക്കാം, ഒക്കെ ശരി. ബംഗ്ലാവിൽ ചെല്ലുമ്പോഴൊക്കെ രണ്ടും കൂടി കുണുകുണുന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. പെട്രോളും തീയും അടുത്തിരിക്കുന്നത് പോലെ ആണും പെണ്ണും. കത്താതെ സൂക്ഷിച്ചില്ലേ കത്തിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കണ്ണ് വേണം. ഭാര്യയോട് വഴക്കിട്ട് ഇവിടെ വന്നിരുന്നാലേ ഉള്ള സ്വത്തും പോവും ഭാര്യയും പോവും. ഭാര്യ പോണേ അങ്ങോട്ട് പോട്ടെ. അല്ല, സ്വത്ത് പോവെന്ന് പറയായിരുന്നേ. താൻ പൊയ്ക്കോ. അല്ല, എങ്ങനെയാന്ന് പോകാൻ? ഇയാൾക്ക് പപ്പ താ അല്പം കുടിച്ചോടോ എന്ന് പറഞ്ഞാൽ എന്താ? നക്കിയല്ലേ, ഭാര്യയുടെ ചെലവ് കഴിയുന്ന നക്കി. ഇനി കുടിക്കാൻ പറഞ്ഞാൽ എന്റെ പട്ടി കുടിക്കും, പട്ടി. താൻ പോയില്ലേ? പൂവായി. ഓ, ഇവളെ കണ്ട ഇവനല്ല ഈ വയസ്സായ ഞാൻ വരെ വീണു. പപ്പൻ പറഞ്ഞത് കേട്ടല്ലോ. ഭാര്യയോട് പിണങ്ങി ഇനി ഇവിടെ ഇരുന്നാൽ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ ആണുങ്ങൾ കൊണ്ടുപോകും. അവള് കാമുകനുമായി ഇറങ്ങിപ്പോയാൽ ഒറ്റ പൈസ പിന്നെ കിട്ടില്ല. വിനോദിനെ അവള് ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് സ്വത്തും പണവും ഒക്കെ സ്വന്തം പേരിലാക്കി അവള് ഡൈവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്ക്. വിനോദിനെ വിഡ്ഢിയാക്കാൻ ആർക്കും കഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ പൊയ്ക്കോ. രേഖേ, നീ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിനക്കെന്നോട് വെറുപ്പ് തോന്നില്ലേ? വിനുവേട്ടനോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. എന്നും എൻ്റെ അടുത്തുണ്ടായിരുന്നാ മതി.
എന്റെ ജഗദീശ്വര ഭഗവാനെ. പപ്പേട്ടനെന്താ പതിവില്ലാതെ അമ്പലത്തിലേക്ക്? മനുഷ്യരോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനിയിപ്പോ ഈശ്വരന്മാരെയൊക്കെ ഒന്ന് ബലത്തിൽ പിടിച്ച് നോക്ക. പോണ കണ്ടില്ലേ പിശാചുക്കള്? രണ്ടുപേരും വഴക്കായിരുന്നു. ഇതിൽ ആരാ മുതലാളി ആവാന്ന് അറിയാത്തോണ്ടാ ഞാൻ രണ്ടുപേരുടെ കൂടി നിന്നത്. ഇപ്പൊ ദാ രണ്ടുപേരും കൂടി ഒരുമിച്ചായി. ഈ പപ്പൻ പാവ ഒരു ഇന്നസെന്റ് ആണേ. யார் நீங்க? உள்ள வாங்க. ஏதாவது டான்ஸ் ப்ரோഗ്രാം ബുക്ക് பண்ண வந்திருக்கீங்களா? உட்காருங்க. മലയാളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും, തമിഴിൽ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? എന്റെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ടാ മിനുവേട്ടൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. വീണ്ടും നീ അദ്ദേഹത്തെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കരുത്. നിന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പാവാട ചരടിൽ കെട്ടിയിട്ടിരിക്കുകയല്ല. നിന്റെ ഭർത്താവ് എന്റെ കിടക്കറ തേടി വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകൊണ്ടായിരിക്കും. സൂക്ഷിച്ച് സംസാരിക്കണം. പണത്തിന്റെ തൂക്കമനുസരിച്ച് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കാണിക്കുന്ന സാമർത്ഥ്യം കിടക്കറയിൽ കാണിക്കാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല. നീയും ഞാനും ഒരേ തെറ്റ് തന്നെയാ ചെയ്യുന്നത്. സോറി, എന്നേക്കാൾ വലിയ തെറ്റാ നീ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് ജീവിക്കുമ്പോഴും കാമുകനുമായി കഴിയ. നിന്നോട് പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. അത്രയ്ക്ക് തരം താഴാനും ഞാൻ തയ്യാറല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ഈ പുതിയ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ, വണ്ടർഫുൾ പെർഫോമൻസ്, നല്ല സ്റ്റൈൽ ആൻഡ് ഡയലോഗ്സ്. നിനക്കിതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? കലക്കി. യെസ്, സ്പീക്കിംഗ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മിസ്സസുമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. അയ്യോ, ഞാനില്ല. പുറത്തു പോയുള്ള മദ്യപാനമൊക്കെ എന്നെ നിർത്തി. പിന്നെ ഒരു സ്മോൾ അടിക്കണമെന്ന് തോന്നിയാൽ മിസ്സസ് ഒഴിച്ചു തരും, കഴിക്കും. അത്രേ ഉള്ളൂ. ഹെൻപെക്ട് എന്നോ പെൺകോന്തൻ എന്നോ എന്ത് വേണേലും വിളിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. അതൊരു സുഖ. ഓക്കെ then. സാർ ഓഫീസിലിരുന്ന് കൊടുത്തു വിട്ടാങ്ക. ആ, രേഖേ, നിനക്കൊരു കത്തുണ്ട്. ആ രേഖേ, വേഗം റെഡിയാൻ നോക്ക്. ഇപ്പൊ തന്നെ ഉച്ചയായി. വിനോട്ടം കുളിക്കുന്നില്ലേ? എനിക്ക് 2 മിനിറ്റ് മതി. വാ. പ്രിയമുള്ള രേഖയ്ക്ക്, ഞാൻ ഇന്നലെ രാത്രി 11:30 ഇവിടെ എത്തി. ഫ്ലൈറ്റിലിരുന്നപ്പോൾ നീയായിരുന്നു മനസ്സ് നിറയെ. ഞാൻ മറക്കാൻ ആഗ്രഹിച്ചിരുന്ന പഴയ കാലങ്ങൾ. നിന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കൂടുതൽ വർണ്ണഭംഗിയോടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എനിക്ക് തോന്നുന്നു നിന്നോടുള്ള സ്നേഹത്തിന് ഞാൻ അറിയാതെ തന്നെ തീഷ്ണത കൂടിയെന്ന്. മാനസികമായി എന്നെ ഒന്നായവരാണ് നമ്മൾ, അല്ലേ? അമ്മാവന് പറ്റിയൊരു ബുദ്ധിമോശം കൊണ്ട് നിന്റെ ജീവിതത്തിന് താളം തെറ്റിയില്ലെന്ന് ഓർക്കുമ്പോൾ എന്റെ മനസ്സാണ് നൊമ്പരം കൊള്ളുന്നത്.
വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ കാണാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന് പറയാൻ രേഖേ, എനിക്ക് എന്നും നിന്നെ മറക്കാനാവില്ല. വിനോദിന്റെ വഴിവഴച്ച പോക്കിൽ മനന്നൊന്ത് നീ അവിവേകമൊന്നും കാണിക്കരുത്. നിനക്ക് ഞാനുണ്ട്. ഇന്നും നിന്നെ സ്വീകരിക്കാൻ എന്റെ മനസ്സൊരുക്കുക. മിക്കവാറും അടുത്ത മാസം ആദ്യം എനിക്ക് ഊട്ടിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ. സ്വന്തം അജി. ഞാൻ റെഡി. ഇനി സാറൊന്ന് കുളിച്ചു വന്നാൽ നമുക്ക് പോവാം. വിനോട്ടം കുളിച്ചില്ലേ? ഞാൻ മുഖം ഒന്ന് കഴുകി. എന്താ സാറേ ഇത്? ഹാൻഡ് ബാഗിനെ കുളിപ്പിക്കാൻ പോവാ? എന്നാ ചെല്ലേ.